ആദിവാസി ഊരുകളിൽ നിന്നും വിദ്യാർത്ഥികളെ വാഹനമാർഗം സ്കൂളുകളിലെത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. വാഹന ഉടമകൾക്ക് 7 മാസമായി പണം നൽകിയിട്ട് വാഹന സൗകര്യം നിലച്ചതോടെ പത്തനംതിട്ട കൊക്കാത്തോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ചയായി സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. വന്യജീവി ശല്യം രൂക്ഷമായ കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ പടി ചവിട്ടിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചിരുന്ന വാഹന സൗകര്യം നിലച്ചതാണ് കാരണം. ദിവസം 1100 രൂപ വെച്ച് 7 മാസത്തെ പണമാണ് വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെട്ട വാഹനമുടമകൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. കടം വാങ്ങി ഇത്രയും നാൾ പിടിച്ചുനിന്ന വാഹനമുടമകൾ ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതായതോടെ സർവീസ് നിർത്തി. ഈ പൈസ കിട്ടാതെ ഇനി ഓടാൻ ഒരു മാർഗവുമില്ല. ഈ കുട്ടികളെല്ലാം എന്ന് തന്നെ വിളിക്കും, വരുന്നില്ല മാമ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പിടിച്ചു വയ്ക്കും. പക്ഷേ ഈ കഴിഞ്ഞ മാസം വരെ ഞാൻ ഓടി. 7 മാസത്തെ പൈസ എനിക്ക് ബെൻഡിങ്ങാണ്. എനിക്ക് ഒരു നിവൃത്തിയില്ല ഡീസൽ അടിക്കാനും കൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടികളെ മുടങ്ങി നിൽക്കുവാണ്. പക്ഷേ കുട്ടികളിപ്പോൾ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല, അവർക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. കാര്യം വന്യമൃഗങ്ങളും മറ്റും ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത് നടന്നു പോകാൻ പറ്റത്തില്ല. കുട്ടികൾ ഇങ്ങനെ വിളിക്കുക. വനപാതകളിലൂടെ ഓടുന്നതിനാൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും വലിയ തുക ചിലവാകാറുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയാത്തതിന്റെ വിഷമം രക്ഷകർത്താക്കൾക്കുമുണ്ട്. ഇവിടുന്ന് 8 കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം 7 മാസത്തെ വണ്ടിക്കൂലി ഡ്രൈവർക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് വണ്ടി ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഓടുന്നില്ല. 8 കിലോമീറ്റർ ദൂരെ നടന്നാണ് പിള്ളേരിപ്പം പോകുന്നത്. വന്യമൃഗങ്ങളുണ്ട്, ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്. കുട്ടികളെ വിടാൻ ബുദ്ധിമുട്ടാണ്. ഡീസൽ അടിക്കാനുള്ള പണമെങ്കിലും അധികൃതർ അനുവദിച്ചാൽ സർവീസ് നടത്താൻ വാഹനമുടമകൾ തയ്യാറാണ്. പ്രതിസന്ധി പരിഹരിച്ച് സ്കൂളിലേക്കുള്ള വണ്ടികൾ വീണ്ടും ഓടിത്തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആദിവാസി ഊരുകളിലെ രക്ഷകർത്താക്കളും കുട്ടികളും. മീഡിയ 1 പത്തനംതിട്ട.